ഇന്ന് വന്നിട്ടുള്ളത് ഹ്യുണ്ടായിന്റെ ഒരു പ്രീമിയം 7 സീറ്റർ SUV ആയിട്ടാണുള്ളത്. നമ്മൾ തൊട്ട് പറയുന്ന ഒരു ബ്ലൂ കളർ ഹ്യുണ്ടായിയുടെ അൽക്കസാർ വേരിയന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹ്യുണ്ടായിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വെഹിക്കിളും കൂടെയാണ്. അതുപോലെ തന്നെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി കളറിലുള്ള ഒരു അൽക്കസാറാണ്. അറിയാലോ, ഈ ഒരു വെഹിക്കിൾ സെയിലില്ലതും കൂടിയാണ് കേട്ടോ. 2022 മോഡൽ വരുന്ന നമ്മുടെ ഹ്യുണ്ടായി അൽക്കസാറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകട്ടോ. ഇവിടെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ അറിയാലോ, ഓരോരോ ക്യൂബ്സ് ആയിട്ടാണ് കൊടുത്തത്. ക്രോമിയം ഗ്രിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ LED പ്രൊജക്ടർ ലാമ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ ഒരു 18 ഇഞ്ചിന്റെ വീല്, അത് ഡയമണ്ട് കട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കാണ്. ടയർ ആൾമോസ്റ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഡോർ സൈഡിൽ നമുക്ക് ഗാർണിഷും കാര്യങ്ങൾ കാണാം. മിറർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ഒരു ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. സെൻസേഴ്സും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ക്രോം എലമെന്റിലാണ്. ഈ ഒരു കളർ കുറച്ചും കൂടി ഒരു പ്രീമിയം ടച്ച് ഈ ഒരു വെഹിക്കിളിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡോർ സൈഡിൽ ഈ ഒരു കളർ പ്രീമിയം ടച്ച് കൊടുക്കുന്നുണ്ട് വെഹിക്കിളിന്. ഷോൾഡർ ലൈൻസിൽ ക്രോമിയം എലമെന്റുകൾ കാണാം. അതുപോലെ തന്നെ റൂഫ് റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. താഴെയും സെയിം വീൽ ആൻഡ് അലോയാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് ആണ്. വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ അൽക്കസാർ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച്ലെസ്, അതായത് വെഹിക്കിളിനുള്ളിൽ പെയിന്റ് ഒന്നും സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് LED ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അൽക്കസാർ എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. താഴെ സെൻസേഴ്സ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബൂട്ട് അൺലോക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ ബൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഇലക്ട്രിക്കൽ എന്നല്ല, സാധാരണ നോർമൽ ബൂട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 7 സീറ്റർ എത്രത്തോളം ബൂട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനുള്ളതൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം ചെറിയൊരു സ്പേസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ഫോൾഡ് ചെയ്താൽ ആൾമോസ്റ്റ് സ്പേസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ കണ്ടില്ലേ, നമുക്ക് ഇത്രത്തോളം ബൂട്ടും കാര്യങ്ങളും വരും. ഡ്രൈവർ സൈഡൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റിയ സീറ്റാണ് വന്നിട്ടുള്ളത്. അതൊരു ബ്രൗൺ ഫിനിഷിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതാണ് ബട്ടൺ വന്നിട്ടുള്ളത്. അല്ലേ, കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളും കേൾക്കാൻ വേറെ ഒന്നല്ല. നമുക്കിവിടെ എയർ പ്യൂരിഫയർ വരുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാമെന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ടെക്നോളജിക്കലാണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഇന്റീരിയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള ഒരു ഇന്റീരിയർ. ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെഹിക്കിളിന്റെ ആ ഭാഗത്തോട്ട് ഇലക്ട്രിക്കൽ അല്ല, അതായത് പാസഞ്ചർ സൈഡ് നോർമൽ കൺട്രോൾ ആണ് വന്നിട്ടുള്ളത്. ആംബിയൻ ലൈറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, റെഡ് എലമെന്റിൽ ഇതിന് ആംബിയൻ ലൈറ്റിങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ AC വെന്റൊക്കെ ശ്രദ്ധിച്ചാൽ ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. അലുമിനിയം കളറും ബ്ലാക്ക് ഫിനിഷും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു ടച്ച് സ്ക്രീനോട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി, സെറ്റിംഗ്സിൽ നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു പിന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി അറിയാലോ, ഹ്യുണ്ടായിന്റെ ഒരു ഫീച്ചറാണ്. 2022 ഒരു മോഡലാണ് ഈ വെഹിക്കിൾ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഡിജിറ്റൽ കൺസോളാണ് വന്നിട്ടുള്ളത്. അതിനെ അതല്ലേ, അതാണ് RPM മീറ്റർ, ആണ് സ്പീഡോമീറ്റർ. പിന്നെ ഇവിടെ ഒരു സ്പോർട്ട് മോഡ്, അതായത് നമുക്ക് ഡ്രൈവ് ടെറൈൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതുപോലെ എക്കോ, അതുപോലെ തന്നെ സ്പോർട്ട്. ഇതിന് ആനിമേഷനൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ. അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രോണിക് ആണ്. ഓട്ടോ ഹോൾഡ് വന്നിട്ടുണ്ട്. ക്യാമറ വ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സെൻട്രൽ കൺസോളൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ ടൈപ്പ് നോക്കിയാൽ ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റിയിലൊരു സംഭവമാണ്. ഇത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ളൊരു സംഭവം കൂടെയാണ് കേട്ടോ. AC കൺട്രോൾസ് ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് കൺട്രോൾസ്, ഒരു ടച്ച് സ്ക്രീനിൻ്റെ ആയിരുന്നു. മീറ്റർ കൺസോളിൻ്റെ ആയാലും കൺട്രോൾസ് വന്നിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെയും വൈപ്പേഴ്സിൻ്റെയും കൺട്രോൾ നോർമലാണ്, ജർമ്മൻ അല്ല. പിന്നെ അതൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോസിൻ്റെ അടിപൊളി മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടണും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയും ആ ഒരു ബ്രൗൺ ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളും വന്നിട്ടില്ല. സോ ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവർ. പിന്നെ നമുക്ക് ടോപ്പിൽ പോകുമ്പോൾ വലിയൊരു പനോറോമിക് സൺറൂഫും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ലൈറ്റ്സിൻ്റെ കൺട്രോൾസ്. അതുപോലെ തന്നെ നല്ലൊരു LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ ലൈറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് വയർലെസ് പാഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ്, USB കണക്ഷൻസ്. ഇതാണ് അളവർ ഫ്രണ്ടിലും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഇവിടുത്തെ ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ ആണ് ഇത് വന്നിട്ടുള്ളത്. ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതിന്റെ റൂഫ് ടോപ്പ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. വലിയ റൂഫ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സ്കൈ ഒക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ന്യൂ റൂം വന്നിട്ടുണ്ട്. തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു AC വെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാർസൽ ട്രൈ യൂണിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ലാപ്ടോപ്സോ അല്ലെങ്കിൽ നമുക്ക്
ചായ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. സീറ്റ്സ് ഒക്കെ നോക്കിയാൽ നല്ല ബ്രൗൺ ഫിനിഷിൽ കൊടുത്തിട്ടുള്ള സീറ്റാണ്. വളരെ വലിയൊരു സ്പേസ് ആണ് ഇന്റീരിയറിൽ. സൺബൈൻഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആംറസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സിന്റെ ആവശ്യമില്ല, നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഹെഡ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാൻ മനസ്സിലാവും. ഹെഡ് സ്പേസ് നല്ല രീതിക്ക് ഹെഡ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ബാക്കിൽ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീറ്റ് എന്ത് ചെയ്യാം, റിക്ലൈനേഷൻ പോസിബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് കംഫർട്ടായിട്ട് ഇരിക്കുക. പിന്നെ അറിയില്ല 7 സീറ്റർ ഞാൻ ബാക്കിൽ ആൾമോസ്റ്റ് എന്തായിരിക്കും കുറവായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഒരു ചെറിയൊരു എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. ബാക്കിലോട്ട് നമുക്ക് AC വെന്റ് വന്നിട്ടുണ്ട്. അതിന്റെ ഫാനൊക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. ഇരിക്കാനൊരു ബുദ്ധിമുട്ട് വന്നാണ് അവിടെ ഇരിക്കാത്തത്. ലൈറ്റ്സും കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട്. ഈ വെഹിക്കിളിന്റെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി ഷോൾഡർ റൂം ഒക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. വളരെ കംഫർട്ടായിട്ട് 3 പേർക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കാവുന്നതാണ്ടോ. ബാക്കിൽ നല്ല രീതിക്ക്, അതുപോലെ തന്നെ ടണൽസും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റിയൊരു പൊസിഷൻ തന്നെയാണ് ഹ്യുണ്ടായി അൽക്കസാറിൽ വന്നിട്ടുള്ളത്. വെഹിക്കിളിന്റെ ഓൾ ഓവർ ഇൻഫർമേഷൻ കഴിഞ്ഞ് എഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ CRD ആണ് വന്നിട്ടുള്ളത്. 4 സിലിണ്ടർ ആണ്. ഏകദേശം 114 BH പവറും 250 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അങ്ങനെ വെഹിക്കിളിന്റെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുണ്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. വെഹിക്കിൾ ഡീറ്റെയിൽസിലോട്ട് പോകുക. ഇത് 2022 മോഡൽ ഹ്യുണ്ടായിന്റെ അൽക്കസാർ വേരിയന്റ് ആണ്. പ്ലാറ്റിനം ഓപ്ഷനിലാണ് കേട്ടോ വെഹിക്കിളിന്റെ വേരിയന്റ് വന്നിട്ടുള്ളത്. ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററാണ് വെഹിക്കിൾ ആകെ കവർ ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13,65,000 രൂപയാണ് കേട്ടോ. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. സോ ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ബൈ.